നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? 5 സ്റ്റാർ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മസാല പീനട്ടിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നല്ല ക്രഞ്ചി ആയിട്ടുള്ള മസാല പീനട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് 240 ml മെഷറിംഗ് കപ്പിന് 2 കപ്പ് പീനട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. റോസ്റ്റ് ഒന്നും ചെയ്യാത്ത തൊലിയോട് കൂടിയിട്ടുള്ള റോ പീനട്ടാണിത്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വറ്റൽമുളക് പൊടിച്ചതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായവും കൂടെ ഇനി ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 നുള്ളു മാത്രം മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് പെരിഞ്ജീരകവും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 7 തോലോട് കൂടിയിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തോണ്ട് വരാം. ഇനി ഇതും കൂടെ ആ പീനട്ടിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ആ മസാലയൊക്കെ ആ പീനട്ടിലോട്ട് നല്ലതായിട്ടൊന്ന് പിടിക്കാനായിട്ട് ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ കപ്പലണ്ടിയിൽ നല്ലതായിട്ട് പിടിക്കാനായിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇനി ഒന്ന് മാറ്റി വെക്കണം. 15 മിനിറ്റിന് ശേഷം ഇനി ഇതിലേക്ക് 1/4 കപ്പ് കടലമാവ് ഒന്ന് ഇട്ട് കൊടുക്കുക. വറുത്തെടുക്കുമ്പോൾ പീനട്ട് നല്ല ക്രഞ്ചി ആയിട്ടിരിക്കാനായിട്ട് 3 ടേബിൾ സ്പൂൺ പുട്ടിന്റെ പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. പുട്ടിന്റെ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ പത്തിരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. മാവ് പീനട്ടിൽ കോട്ട് ചെയ്തിരിക്കാനായിട്ട് വളരെ കുറച്ച് വെള്ളം മാത്രം നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചു നോക്കുക. വെള്ളം വീണ്ടും ആവശ്യമാണെന്ന് തോന്നെങ്കിൽ ഓരോ ടേബിൾ സ്പൂൺ വീതം കുറേശ്ശെ ഒന്ന് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ മൊത്തത്തിൽ 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. പീനട്ടില് കോട്ട് ചെയ്തിരിക്കുന്ന മാവ് കുറവായിട്ട് തോന്നെങ്കിൽ കുറച്ച് കടലപ്പൊടിയും ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കപ്പലണ്ടിയിൽ ഇപ്പോ ആ കടലമാവ് നല്ലതുപോലെ ഒന്ന് കവറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വറുത്തെടുക്കാം. ഒരു പാനിലേക്ക് പീനട്ട് മുങ്ങിക്കിടക്കുന്നതിന് ആവശ്യത്തിനുള്ള എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഏതെണ്ണയിൽ വേണമെങ്കിലും ഇത് വറുത്തെടുക്കാവുന്നതാണ്. എണ്ണ നല്ലതായിട്ട് ചൂടായെന്നറിയാനായിട്ട് ഒരു പീനട്ട് ഒന്ന് ഇട്ട് നോക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിനി ഈ പീനട്ട് ഒന്ന് വറുത്തെടുക്കാം. കപ്പലണ്ടി ഇട്ട ഉടനെ ഇത് ഇളക്കി കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കോട്ടിങ് പെട്ടെന്ന് ഇളകി പോകും. ഇതൊന്ന് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ടോ എന്നറിയാനായിട്ട് ഈ എണ്ണയുടെ പത നല്ലതുപോലെ ഒന്ന് മാറി വരും. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരാവുന്നതാണ്. ഒരിക്കലും ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വറുത്തെടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ഉൾഭാഗത്ത് ഒട്ടും ടേസ്റ്റും ഉണ്ടാവത്തില്ല. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഇത് ചൂടോടെ കഴിച്ചു കഴിഞ്ഞാൽ ക്രഞ്ചിനെസ് ഉണ്ടാവില്ല. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം കഴിക്കുക. എരിവോ ഉപ്പോ ഒക്കെ കുറവായിട്ട് തോന്നുന്നെങ്കിൽ നമുക്ക് വറുത്തെടുത്തതിന് ശേഷം കുറച്ചൊന്ന് തൂവി കൊടുക്കാവുന്നതാണ്. നല്ലതായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് അടച്ചു വെക്കാവുന്നതാണ്. ഈ മഴയത്തേക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. ഒരു കട്ടനും കൂടെ ഉണ്ടെങ്കിൽ ഉഷാറാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക.
വീണ്ടും അടുത്ത പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.